എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 22-ാം ദശകത്തിലെ അവസാന ശ്ലോകം, അതായത് 11-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ ആശിശിക്ഷതുച്ഛകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്വകിങ്കര, സ്വന്തം കിങ്കരന്മാർ, അതായത് യമധർമ്മരാജാവിൻ്റെ കിങ്കരന്മാർ. വേദനശങ്കിതോ, ആ കിങ്കരന്മാർ വന്നു പറഞ്ഞതു കേട്ട് ശോകാകുലനായ, അതായത് പേടിപ്പെട്ട യമരാജാവ്, ത്വദംഘ്രിഭക്തേഷു, അങ്ങയുടെ ഭക്തന്മാരുടെ അടുത്ത്, ന ഗമ്യതാമിതി, പോകാൻ ഇനിമേലിൽ പാടില്ലെന്ന്, സ്വകീയ ഭൃത്യാൻ, സ്വന്തം ഭൃത്യന്മാരെ, ഉച്ചകൈ അശിശിക്ഷത്, ഉച്ചകൈ എന്ന് പറഞ്ഞാൽ ഉറക്കെ ശാസിച്ചു, അതായത് കർശനമായ താക്കീത് നൽകി ആ ഭൃത്യന്മാർക്ക്. സ ദേവ, ഇങ്ങനെയെല്ലാമുള്ള ഹേ ഭഗവാനെ, വാതാലയനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, പാഹിമാം, എന്നെയും രക്ഷിക്കണമേ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? തൻ്റെ കിങ്കരന്മാർ പറഞ്ഞതു കേട്ട് ശോകാകുലനായ ധർമ്മരാജാവ് അങ്ങയുടെ പാദഭക്തന്മാരുടെ അടുക്കൽ പോകരുതെന്ന് സ്വന്തം ഭൃത്യന്മാരെ ഉറക്കെ ശാസിച്ചു. ഇങ്ങനെ ഭക്തസംരക്ഷകനായ ഹേ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഇതോടുകൂടി 22-ാമത്തെ ദശകം സമാപിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം ഹരി തത്സത്.